കഥ കേട്ടിട്ട് മടുത്തു. ഹായ് ഫ്രണ്ട്സ്, ഒരു കഥയുണ്ട്, പറയട്ടെ. നമ്മുടെ സ്വന്തം രാജു ഏട്ടൻ പഴയ ട്രാക്കിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. മലയാള സിനിമയെ കുലുക്കാൻ പോകുന്ന പുതിയ ടീസറുമായി. വെളിച്ചന്റെ കഥ മതി. ഒരു കഥയുണ്ട്, പറയട്ടെ. പക്ഷെ ഹോട്ടൽസരം വേണ്ട. ഐ നോബഡി എന്നാണ് ചിത്രത്തിന്റെ പേര്. നായകനായി എത്തുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ. ഒപ്പം ശക്തമായ പ്രകടനവുമായി പാർവതി തിരുവോത്ത്. രാജീവൻ ബാങ്കിലേക്ക് എന്തോ കാര്യത്തിന് വരും. കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും. ആ സമയത്ത് അവന്മാർ 3 പേരും അകത്തേക്ക് കയറി വരും. കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവന്മാർ എന്നിട്ട് അടിയും വാങ്ങിച്ച് അവന്മാരനെ പിടിച്ചോണ്ട് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. ഹിറ്റ് ചിത്രം റോഷാക്കിന് ശേഷം വീണ്ടും ഒരു മാസ് കൊമേഴ്ഷ്യൽ ചിത്രവുമായി തിരിച്ചു വന്നിരിക്കുകയാണ് സംവിധായകൻ നിസാം ബഷീർ. ബാങ്ക് മോഷണത്തെ ചുറ്റിപ്പറ്റിയ ഒരു ഹൈസ്റ്റ് ത്രില്ലർ. ടീസർ തന്നെ പറയുന്നത് ഇതൊരു സാധാരണ സിനിമയല്ല. സിനിമയുടെ സംഗീതം നൽകിയിരിക്കുന്നത് ജക്സ് ബിജോയിയാണ്. നിർമ്മാണം സുപ്രിയ മേനോനും. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം പാർവതിയും പൃഥ്വിരാജും വീണ്ടും ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരം മേക്കിംഗ്, ഒരു കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആണെന്നാണ് ടീസർ കണ്ട എല്ലാ പ്രേക്ഷകരുടെയും വിലയിരുത്തൽ. നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തൻ്റെ ഭാര്യയുമായി സുഖിക്കുകയായിരുന്നു. ഈ ജൂലൈയിൽ ആഗോള റിലീസായി ഐ നോബഡി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനി ഒരു ചോദ്യം മാത്രമാണ് ബാക്കി. റെഡിയാണോ ഈ ഒരു റൈഡിന് വേണ്ടി? അയാളുടെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. ടീസർ കണ്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമെന്ന വിശ്വാസത്തോടെ അടുത്തൊരു നല്ല ഹൈപ്പ് തരുന്ന, സ്കൈ ഹൈ തരുന്ന സിനിമയുമായി വരുന്നതുവരെ ദിസ് ഈസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത്